ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. രാവിലത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ചോറ് വെച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയമാകുമ്പോഴത്തേനും ചോറ് റെഡിയാവും. പിന്നെ ഇതാ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ തോരൻ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ തക്കാളിയും പരിപ്പും കൂടി തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ തക്കാളിയും പരിപ്പും കൂടി തേങ്ങ അരച്ചിട്ട് നല്ല ടേസ്റ്റാണ്. മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാട്ടോ, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അധികവും ഞാനിത് വയ്ക്കാറുണ്ട്. നല്ലതാട്ടോ ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചായ വെച്ചു, ചായ കുടിക്കുകയാണ്. സമയം ഒരു 7:30 ആയിട്ടുണ്ട്. പിന്നെ ഇതാ 7:30ക്കുള്ള ഈ ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടാണ്, കടലക്കറിയാണ്. കടലക്കറി ഇന്നലെ വെച്ച കടലക്കറിയാണ്. അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ചൂടാക്കി അതും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ കടലക്കറിയൊക്കെ ചൂടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഇതാ തുണി അലക്കലാണ്. അപ്പോൾ കുറേ തുണി ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി. നല്ല വെയിലുണ്ട് കേട്ടോ, അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചിടുകയാണ്. അപ്പോൾ നല്ല കാറ്റുമുണ്ട്, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ തുണികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോൾ കുറേ തുണിയുണ്ട് കേട്ടോ. ഒരു സെക്ഷൻ കഴുകി അത് വിരിച്ചിട്ടു. ഇനിയും തുണിയുണ്ട്. അപ്പോൾ അത് കഴുകിയെടുക്കുകയാണ്. തുണി അലക്കൊക്കെ രാവിലെയോ വൈകുന്നേരമോ ചെയ്യുകയാണെങ്കിൽ അധികം കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല വെയിലാണ്, പാലക്കാടൊക്കെ നല്ല വെയിലാണല്ലോ. അപ്പോൾ ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യാറ്. ഈ തുണിയൊക്കെ കഴുകിയിട്ട് വേണം റൂമിൻ്റെ ഉള്ളൊക്കെ അടിച്ച് വാരാനും ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ വെയിലാകുന്നതിന് മുമ്പ് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ തുണിയൊക്കെ കഴുകി ഒരുവിധം കുഴഞ്ഞ് ക്ഷീണമായി. അപ്പോൾ ഇതാ കുറച്ച് ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല തണുപ്പോടെ അത് കുടിച്ചു. പിന്നെ വന്ന് പാത്രമെല്ലാം കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചോറൊക്കെ അപ്പോഴത്തേനും വെന്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഊറ്റി വെച്ചു. പിന്നെ ഇതാ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ പരിപ്പ് കറി, പരിപ്പും തക്കാളിയും കൂടെ കറി, കുടിക്കാനുള്ള വെള്ളം, ഇങ്ങനെയൊക്കെയാട്ടോ ഇന്ന്. അപ്പം ഞാൻ അതെല്ലാം വേറൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതാ നമ്മുടെ ലൂക്ക വിശന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം, ഒന്ന് അടുക്കി പെറുക്കി വെക്കണം, അടിച്ചു വാരണം, തുടയ്ക്കണം. ഇങ്ങനെയുള്ള പണികളാണ് ഉള്ളത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം എല്ലാം അലങ്കോലാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, വിരിയൊക്കെ വിരിച്ചെടുക്കണം. അത്രയൊക്കെയാണ് ഇനിയുള്ള പണികൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല